ഇന്ത്യയുടെ ആയുധപുരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ 79,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണത്തിനും നവീകരണ നിർദ്ദേശങ്ങൾക്കും അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. MRSAM മിസൈലുകൾ, അമേരിക്കൻ MQ-9B ഡ്രോണുകൾ ഇവയെല്ലാം കൊണ്ട് തന്നെ ആയുധപുര ഇപ്പോൾ നിറഞ്ഞു കവിയാനൊഴുകുകയാണ്. അതുപോലെ തന്നെ 3 സായുധ സേനകളുടെയും ശക്തി ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കും. ആയുധങ്ങളുടെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യൻ കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ പോരാട്ടശേഷി ശക്തിപ്പെടുത്തുന്നതിന് ഈ തീരുമാനം നിർണായകമാണ്. പഴയ ആയുധങ്ങളിലേക്കുള്ള നവീകരണം, പുതിയ ആധുനിക ആയുധങ്ങൾ ഏറ്റെടുക്കൽ, തദ്ദേശ വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. മാത്രമല്ല പ്രധാന അംഗീകാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. T-19 ഭീഷ്മ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾ. ഏകദേശം 200 T-19 ടാങ്കുകൾ തദ്ദേശമായി തന്നെ മിഡ് ലൈഫ് നവീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കും. ഈ ജോലി ഒരു പ്രധാന പ്രതിരോധ പൊതുമേഖലാ യൂണിറ്റ് നിർവഹിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. ഇത് ടാങ്കുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും അവയുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. അതേസമയം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ നടന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിൽ ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്കായി തന്നെ മൊത്തം 79,000 കോടിയുടെ പ്രധാന നിർദ്ദേശങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഈ നിർദ്ദേശങ്ങൾ 3 സേനകളുടെയും പോരാട്ട ശേഷി, നിരീക്ഷണം, ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കും. സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി തന്നെ 3 പ്രധാന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് DAC അംഗീകാരം നൽകിയിരുന്നു. ഇതിൽ ഉൾപ്പെടുന്നവ ഇതൊക്കെയാണ്: നാക് മിസൈൽ സിസ്റ്റം, MK2. ഇത് ട്രാക്ക് ചെയ്ത മിസൈൽ സിസ്റ്റത്തിന് ശത്രു ടാങ്കുകൾ, ബങ്കറുകൾ, അതുപോലെ തന്നെ ഡിഫൻസ് കോട്ടകൾ എന്നിവ എളുപ്പത്തിൽ തന്നെ നശിപ്പിക്കാൻ കഴിയുന്നവയാണ്. ഗ്രൗണ്ട് ബ്രെഡ് മൊബൈൽ ഇലക്ട്രോണിക് ഇന്റലിജൻസ് സിസ്റ്റം, അതായത് ശത്രുവിന്റെ ഇലക്ട്രോണിക് സിഗ്നലുകളുടെയും എമിറൈറ്റുകളുടെയും ഒക്കെ തന്നെ 27x7 ഇന്റലിജൻസ് നിരീക്ഷണം, അതായത് 24 മണിക്കൂറും 7 ദിവസവുമുള്ള ഇന്റലിജൻസ് നിരീക്ഷണം ഈ സംവിധാനം നൽകുന്നു എന്നതാണ്. അടുത്തതായി പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ക്രെയിനുകൾക്കുള്ള ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ്, അതായത് HMVകൾ. ദുഷ്കരമായ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ ചരക്കുകളുടെ ഗതാഗതവും അത് കൈകാര്യം ചെയ്യുന്നതിലും ഈ വാഹനങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ ശക്തിപ്പെടുത്തുവാനുമുള്ള നിരവധി നിർദ്ദേശങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്: ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്ക്, കരസേനയും വ്യോമസേനയുമായി തന്നെ സംയുക്ത ആംബിബിയൻസ് പ്രവർത്തനങ്ങൾ നടത്തുവാനും സമാധാന പാലനം, മാനുഷിക സഹായം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഉപയോഗപ്രദമാകും വിധം ഈ കപ്പലിന് കഴിയുമെന്നതാണ് മറ്റൊരു വസ്തുത. ഇവയ്ക്ക് 300 mm നോവൽ സർഫസ് ഗൺ, അതുപോലെ തീവ്രത കുറഞ്ഞ സമുദ്ര പ്രവർത്തനങ്ങളും അതുപോലെ കടൽക്കൊള്ള, അതുപോലെ തന്നെ വിരുദ്ധ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ നാവികസേനയും തീരസംരക്ഷണ സേനയും ഒക്കെ തന്നെ ഇവ സഹായിക്കുമെന്നതാണ് ഇവയുടെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.